എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സമ്മാന പദ്ധതിയെ പറ്റിയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ജയ്മോൻ പഴങ്ങാട് എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് കുറേ എൻക്വയറീസ് വന്നിരുന്നു. നമ്മൾ അടുക്കളത്തോട്ടം കാനഡ 2022 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമ്പറ്റീഷനാണ് സംഘടിപ്പിക്കുന്നത്. അതായത് കൃഷിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു കോമ്പറ്റീഷനാണ്. നമ്മൾ മൊത്തത്തിൽ ഒരു $2500 വരെയാണ് എല്ലാവർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് $1000 ആണ്, സെക്കൻഡ് പ്രൈസ് 600, പിന്നെ തേർഡ് പ്രൈസ് 400, പിന്നെ ഒരു മിനിമം 1000 വ്യൂ എങ്കിലും കിട്ടുന്ന ഒരു 5 പേരെ സെലക്ട് ചെയ്ത്, അതായത് ഹയസ്റ്റ് വ്യൂ വെച്ചിട്ട് ഒരു 5 പേർക്ക് $100 സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. അത് ക്യാഷ് അവാർഡ് തന്നെയാണ്. കാനഡയുടെ കൃഷി കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വീടിനോട് ചേർന്ന് 1-2 സെൻറ്റൊക്കെയാണ് മാക്സിമം ഉള്ളത്. പക്ഷേ അതിൽ ആ ഒരു ആൽബർട്ടിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസമൊക്കെയാണ് നമുക്കൊരു നല്ല സമ്മർ കിട്ടുള്ളൂ. പക്ഷേ അതിനു വേണ്ടി ഒത്തിരി പ്രിപ്പറേഷൻ ബേസ്മെൻറ്റിലും വീട്ടിലും ഒക്കെ സീഡിംഗ് ഒക്കെ നടത്തി ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് പലരും നല്ല ഗാർഡൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാറ്. അപ്പോൾ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ചെയ്യുന്നത്. കോവിഡ് സമയത്ത് നമ്മുടെ നാട്ടിൽ ഉള്ളവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് അവർ തമാശയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് പിള്ളേരുണ്ടായി എന്ന് പറയുന്നുണ്ട്. ചിലവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നാട്ടിൽ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഗാർഡൻ്റെ കേസിൽ ഞാൻ പല സുഹൃത്തുക്കളെയും വിളിക്കുമ്പോൾ അവർ ടെറസിലും ബാക്ക് യാർഡിലും മുറ്റത്തും പരിസരത്തും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള വെജിറ്റബിൾ ഗാർഡൻ അവർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കോവിഡിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലെ ആൾക്കാർ ഇൻവോൾവ് ചെയ്തിട്ട് ചിലപ്പോൾ അടുത്ത വർഷം നമുക്കൊരു വലിയൊരു കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് എഡ്മണ്ടനിലാണ്. അപ്പോൾ എഡ്മണ്ടിനോട് ചേർന്ന കാൽഗറി അല്ലെങ്കിൽ ഫോർട്ട് മെക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് വീഡിയോസ് എടുത്തോളാം. അത് വെജിറ്റബിൾ ഗാർഡൻ മാത്രമായിരിക്കണമെന്ന് നിർബന്ധമില്ല. വെജിറ്റബിൾ ഗാർഡനോ അല്ലെങ്കിൽ ഫ്ലവർ ഗാർഡനോ ആയാലും മതി. അതിനോടനുബന്ധിച്ചുള്ള നിങ്ങളുടെ കുറേ സംഭവങ്ങൾ നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡ കൃഷി കൾച്ചർ എന്ന് പറഞ്ഞാൽ എൻറ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ ചിലവർക്ക് നല്ല അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാം. നന്നായിട്ട് വിളവെടുപ്പിക്കുന്ന രീതിയിൽ പലരും കൃഷി ചെയ്യുന്നത് ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടിപ്സ് എല്ലാവർക്കും പകർന്നു കൊടുക്കാനും അതുപോലെ തന്നെ ചില മെത്തേഡുകൾ, അതായത് നമ്മൾ ഇവിടെ സമ്മർ കുറവായതുകൊണ്ട് പലരും ബേസ്മെൻറ്റിലൊക്കെ ഒരു 2 മാസം മുമ്പ് അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് വെച്ച് അതിനെയൊക്കെ പരിപോഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐഡിയാസൊക്കെ നമ്മൾ ബാക്കിയുള്ള എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഇങ്ങനൊരു വീഡിയോ തന്നെ നമ്മൾ ഒരു കോമ്പറ്റീഷനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒരു മിനിമം 10 തൊട്ട് 15 മിനിറ്റ് വരെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തു തരേണ്ടത്. അപ്പോൾ അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതികളും നിങ്ങളുടെ ഗാർഡൻ നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. അതുമല്ല അവർക്ക് മനസ്സിലാക്കാനും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും. നമുക്ക് സമ്മർ വളരെ കുറവായതുകൊണ്ടും ചിലപ്പോൾ കാലാവസ്ഥയിൽ ഒത്തിരി വേരിയേഷൻ വരുന്നതുകൊണ്ടും നമ്മളിതിൻ്റെ ഫൈനൽ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ August 20th. അപ്പോൾ August 20th മുമ്പാണ് നിങ്ങൾ എനിക്ക് വീഡിയോ അയച്ചു തരേണ്ടത്. അപ്പോൾ അത് അയക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ്റെ ക്രൈറ്റീരിയകൾ. മിനിമം 10 തൊട്ട് 15 വരെ ഒരു വീഡിയോ ആയിരിക്കണം. പ്ലസ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് $1000 ആണ്, സെക്കൻഡ് 600, പിന്നെ തേർഡ് പ്രൈസ് 400, പിന്നെ അതിലുപരി ഒരു 5 പേർക്ക് വേറെ ഒരു $100 വെച്ച് കൊടുക്കുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഈ ഗാർഡൻ്റെ വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു ഹോം ടൂർ പോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടി നമ്മുടെ കാനഡ ലൈഫ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കാനായിട്ട് നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ കാനഡയ്ക്ക് പുറത്തുള്ളവർക്കും ഒരു നമ്മുടെ കാനഡ കൾച്ചർ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നല്ല സ്നേഹമുള്ള പെറ്റ്സൊക്കെ ഉണ്ട്. കിളികളെ വളർത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ പട്ടീനെ വളർത്തുന്നവരുണ്ട്, മുയലിനെ, കോഴീനെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വീടിനോട് ചേർന്ന് നമ്മുടെ വിനോദങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു രീതിയൊക്കെ നമുക്ക് നാട്ടിൽ കാണുമ്പോൾ പ്രത്യേക ഒരു കൗതുകങ്ങളാണ്. കാരണം കൂടുതൽ നമ്മൾ ഇൻഡോറൊക്കെ ആയിരിക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലർ ബാക്ക് യാർഡിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കോഴിക്കൂടൊക്കെ പണിത് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന ഒരു 3-4 മുട്ടയൊക്കെ കിട്ടുന്ന രീതിയിൽ 3-4 കോഴിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹോം ടൂർ കംപ്ലീറ്റ് പാക്കേജ് നമുക്കൊരു നാട്ടുകാരെ പരിചയപ്പെടാനും അതുപോലെ തന്നെ നിങ്ങളെ തന്നെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്താനും
പിന്നെ കാനഡയിലുള്ള പല മലയാളികളായിട്ട് ഒരു സമ്പർക്കത്തിലാവാനൊക്കെ ഈ വീഡിയോ ഉപകരിക്കാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കൂൾ സ്റ്റഫൊക്കെ വീട്ടിലുണ്ട് എങ്കിൽ അതുകൂടി കവർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി കാണുന്നവർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മുടെ സമ്മാനങ്ങളെല്ലാം വളരെ നിറമനസ്സോടുകൂടി നമുക്ക് വേണ്ടി തരുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ റിങ്കു ജോസഫാണ്. പുള്ളി എഡ്മണ്ടനിലെ ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു റിയൽട്ടറാണ്. അപ്പോൾ പുള്ളീനെ കോൺടാക്ട് ചെയ്യാനും, അതായത് എഡ്മണ്ടനിലും പരിസര പ്രദേശങ്ങളിലും കാനഡയിലൊക്കെ നമുക്ക് വീട് മേടിക്കാനും വിൽക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളീനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുള്ളിയുടെ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പുള്ളിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുള്ളിക്ക് വളരെ നല്ലൊരു ബിഗ് താങ്ക്സ്. നമുക്കറിയാം, ചിലവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികളെ അതുപോലെ നമ്മുടെ തോട്ടത്തിനെയൊക്കെ നമ്മുടെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഒരു റെക്കഗ്നിഷൻ ആവട്ടെ എന്ന രീതിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ചെറുതും വലുതുമായ ഗാർഡൻ ആണെങ്കിലും ആരും ഒന്നും കുറവൊന്നും വിചാരിക്കേണ്ട. ചെറിയ ഗാർഡൻ ആണെങ്കിലും എല്ലാവരും വീഡിയോ എടുത്ത് അയയ്ക്കുക. നമുക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ നമുക്കത് സംപ്രേഷണം ചെയ്യാം. നിങ്ങളുടെ കൂൾ ടിപ്സും അതുപോലെ തന്നെ കുറേ ഐഡിയാസും ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ കാണുക. അപ്പോൾ നമ്മൾ August 20 വരെ നമ്മളത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ എല്ലാവരും അതിൻ്റെ പണിപ്പുരയിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ സമയമൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നത് വരെ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം തരുന്നു.